ഹായ് മാം, നമ്മൾ റീസെൻ്റ്ലി ചെയ്ത PRP എന്ന റീൽസിൻ്റെ അണ്ടറിൽ കുറേ കമൻസ് നമ്മൾ കേട്ടു. PRPക്കൊപ്പം GFC നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ചെയ്യാറുണ്ടോ GFC എന്ന്? ഉണ്ടല്ലോ. അപ്പം ഈ PRPയും GFCയും തമ്മിലുള്ള വ്യത്യാസം എന്താ? PRPയും GFCയും രണ്ടും കുറച്ച് സിമിലർ ആയിട്ടുള്ള തെറാപ്പീസാണ്. രണ്ടിലും നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നിന്ന് സ്പെഷ്യൽ മെഷീൻ ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ് ആ മെറ്റീരിയൽ നമ്മൾ പേഷ്യൻ്റെ അനസറ്റൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് മൈക്രോ ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മുടെ സ്റ്റെം സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹെയർ ഗ്രോത്തും ഫേഷ്യൽ റീജുവനേഷനും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ GFC എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് തെറാപ്പി. അത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അല്ലെ PRP തെറാപ്പിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആണ്, നൂതനമാണ്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ GFCയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെഷ്യൽ പേറ്റൻ്റ് ടെസ്റ്റ് ട്യൂബ്സ് ആണ്. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു കോക്ടെയിൽ ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ എന്നിട്ട് അതിൽ ബ്ലഡ് ഒഴിക്കുമ്പോൾ ബ്ലഡിൽ നിന്ന് വരുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സും വരും. അപ്പം സെൻട്രിഫ്യൂജിൽ നമ്മൾ പേഷ്യൻ്റെ ബ്ലഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ് പ്ലസ് നമ്മുടെ ടെസ്റ്റ് ട്യൂബിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ GFC തെറാപ്പിയിൽ പേഷ്യൻറ്റിൻ്റെ ആ ആവശ്യമുള്ള സ്ഥലത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നത് ഒരു GFC PRP കോംപ്ലെക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ PRP അപേക്ഷിച്ച് നോക്കുമ്പോൾ GFCക്ക് യൂഷ്വലി കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട്സ് ആണ് കാണുന്നത്. GFCയും PRPയും സെയിം കൺസെപ്റ്റ് ആണെങ്കിലും GFC ഈസ് മോർ റിഫൈൻഡ്, മോർ ടാർഗറ്റഡ് ആൻഡ് മോർ കംഫർട്ടബിൾ.